അങ്ങനെ ഒരാളുടെ മകനെന്നല്ല, ചാക്കോയുടെ മകനാണ് എന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ ഈ ലിംഗഭേദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെയൊക്കെ കവിഞ്ഞുള്ള ഈ LGBT എന്നൊരു കാര്യം മഞ്ജുഷ ഇത് ശ്രദ്ധിക്കേ. ഞാൻ പറയാൻ തുടങ്ങിയത് ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും വന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലും ഒരു അധികാര കേന്ദ്രം നമ്മൾ കാണുന്നുണ്ട്. ഇത് വെച്ചാണ് നമ്മളെല്ലാം പറയുന്നത്. സാഹിത്യകാരൻ എന്ന് പറയുന്നു, അധ്യക്ഷൻ എന്ന് പറയും, സ്ത്രീ ആയാലും അധ്യക്ഷൻ എന്ന് പറയുന്നു. നമ്മളാണ് പുതിയ കാലം സൃഷ്ടിക്കുന്നത്, എഴുത്തുകാർ പുതിയ അവബോധം ഉണ്ടാക്കുന്നത്. പക്ഷെ എല്ലായ്പ്പോഴും നമ്മുടെ പേരുകളിൽ, എഴുത്തുകാരികളുടെ പേരിൽ പിന്നെ അവരുടെ ഉടമസ്ഥൻ്റെ പേര് തൊട്ടടുത്തുണ്ടാവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ത് ലിംഗബോധമാണ് നമ്മൾ നമ്മുടെ എഴുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എഴുത്താളർ, സാഹിത്യകാരൻ എന്ന് പറയുന്നതിനേക്കാളും അത് ഭാഷയിൽ വരുന്നത് പ്രശ്നമാണ്. മലയാളത്തിൽ തിരിച്ചൽ വരും, ഇംഗ്ലീഷ് പോയിട്ട് മതി. അപ്പോൾ അത് മലയാളത്തിൽ ഈ ഒരു ലിംഗ വ്യത്യാസം എന്നുള്ളത് അത് പരമ്പരാഗതമായി കേരളത്തിലെ ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ ബാക്കിയാണ് ഈ പദങ്ങൾ വരുന്നത്. സ്റ്റേറ്റിൽ തെറ്റ് പറഞ്ഞതല്ല ഞാൻ പറയണത്. ഇതിൻ്റെ ഉള്ളിൽ ഒഴിവാക്കപ്പെട്ട ഒരു വിഭാഗം മനുഷ്യരുണ്ട് നമ്മുടെ ഓരോ പ്രയോഗത്തിലും. അവരെ കൊണ്ടുവന്ന് തിരികെ പ്രതിഷ്ഠിക്കാനാണ് കഴിഞ്ഞ 20-30 വർഷമായിട്ട് കേരളത്തിലെ സ്ത്രീ എഴുത്തുകാർ ലോകത്തിലുള്ള എല്ലാ യോഗ്യന്മാരുടെയും തെറി കേട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീ എന്നൊരു സംഭവത്തെ സ്ഥാപിക്കാനാണ്. ഇപ്പോൾ അതൊക്കെ ഭേദപ്പെട്ടു, അംഗീകരിച്ചു കഴിഞ്ഞു. അംഗീകരിക്കാൻ പറ്റാത്തൊരു കാലം വന്നു. ആ കാലം തന്നെ വന്നതല്ല. ആ കാലം കേരളത്തിലെ എന്താണ് തോട്ടക്കാവ് ഇക്കാവുമ്മ മുതലുള്ള സ്ത്രീകൾ തെറി കേട്ട്, പുലപ്പി കേട്ട്, ആക്ഷേപം കേട്ട് അപമാനിതരായി എഴുതി നേടിയ സ്പേസാണ്. ഇപ്പം മറ്റൊന്നും കൂടി വന്നു, അതാണ് പിന്നെ LGBT. അപ്പം നമ്മുടെ ഭാഷയ്ക്കുള്ളിലുള്ള ജന്മനാടുവാഴി വ്യവസ്ഥയുടെ അവശിഷ്ടങ്ങൾ നമ്മുടെ ലിംഗബോധത്തെ, നമ്മുടെ പദബോധത്തെ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാദൃച്ഛികമായൊരു പരാമർശത്തെ പിടിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ജീവിതത്തിൽ വളരെ അടിമുടി സെക്യുലറായി ജീവിച്ച ഒരാളാണ്. എങ്കിൽ പോലും പറഞ്ഞു തീർക്ക് അതൊക്കെ മുറിക്കണ്ടായിരുന്നു.